ഇന്ത്യയുടെ DRDO തദ്ദേശീയമായ ആസ്ട്ര മാർക്ക് 3 എയർ ടു എയർ മിസൈലിന്റെ വികസനത്തിൽ ഇപ്പോൾ കാര്യമായ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. സമീപകാല ഡേറ്റ സൂചിപ്പിക്കുന്നത് യൂറോപ്പിന്റെ മെറ്റിയോറിനേക്കാൾ ഗണ്യമായ പ്രകടനമാണ് ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് 3 എയർ ടു എയർ മിസൈലിന്റേത് എന്നാണ്. MBDAയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ കമ്പനികളുടെ കൺസോർഷ്യം വികസിപ്പിച്ചെടുത്ത മെറ്റിയോർ നിലവിൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ BVR മിസൈലുകളിൽ ഒന്നാണ്. ഈ മിസൈലിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് 3 മറികടന്നിരിക്കുന്നത്. അതായത് 20% ഉയർന്ന റാംജെറ്റും 18% ദൈർഘ്യമേറിയ ബേൺ ടൈമും ആസ്ട്ര മാർക്ക് 3 ഉണ്ടെന്നാണ് വിശകലനം വെളിപ്പെടുത്തുന്നത്. ആസ്ട്ര മാർക്ക് 3യുടെ മെച്ചപ്പെടുത്തിയ പ്രകടനത്തിന് പ്രാഥമികമായി അതിന്റെ നൂതന റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് കാരണമായത്. സൂപ്പർസോണിക് വേഗതയിൽ ഏറ്റവും കാര്യക്ഷമമായ റാംജെറ്റ് എഞ്ചിനുകൾ ജ്വലനത്തിനായി ഇൻകമിംഗ് എയർ കംപ്രസ് ചെയ്യാൻ മിസൈലിന്റെ ഫോർവേഡ് മോഷൻ ഉപയോഗിക്കുന്നു. പരമ്പരാഗത റോക്കറ്റ് മോട്ടോറുകൾ പോലെയുള്ള ഓൺബോർഡ് ഓക്സിഡൈസറിന്റെ ആവശ്യകത ഇതില്ലാതാക്കുന്നു. മെറ്റിയോറിനെ അപേക്ഷിച്ച് ആസ്ട്ര മാർക്ക് 3ക്ക് ഉയർന്ന വേഗത കൈവരിക്കാനും നിലനിർത്താനും കഴിയുമത്രേ. കൂടാതെ ഇതിന് 18% ദൈർഘ്യമുള്ള ബേൺ ടൈമും കാണിക്കുന്നു. ഈ വിപുലീകൃത ബേൺ ദൈർഘ്യം മിസൈലിനെ കൂടുതൽ ദൈർഘ്യമുള്ള ത്രസ്റ്റ് നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ ഒരു യുദ്ധ വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ആസ്ട്ര മാർക്ക് 3യുടെ പരമാവധി ദൂരപരിധി 270 കിലോമീറ്ററിൽ കൂടുതൽ ആയിരിക്കുമെന്നുമാണ് ഡേറ്റ കാണിക്കുന്നത്. ഈ മെറ്റിയോർ 2016 മുതൽ പ്രവർത്തനക്ഷമമാണ്. അതുപോലെ തന്നെ യൂറോ ഫൈറ്റർ, ടൈഫൂൺ, ദസാൾട്ട്, റാഫേൽ, സാബ്, ഗ്രിപ്പൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ യുദ്ധ വിമാനങ്ങളുമായി ആസ്ട്ര മാർക്ക് 3 സംയോജിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ വികസന പരിപാടിയുടെ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് ആസ്ട്ര മാർക്ക് 3. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന SFDR അല്ലെങ്കിൽ സോളിഡ് ഫ്യൂവൽ ഡിറ്റക്ട് റാംജെറ്റ് മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ആസ്ട്ര മാർക്ക് 3 നിർമ്മിച്ചിരിക്കുന്നത്. പരീക്ഷണങ്ങളിൽ 300 കിലോമീറ്ററിലധികം ദൂരപരിധി പ്രദർശിപ്പിച്ച റാംജെറ്റിൽ പ്രവർത്തിക്കുന്ന മിസൈൽ കൂടിയാണ് SFDR. SFDRന് വേണ്ടി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയ്ക്ക് ആസ്ട്ര മാർക്ക് 3യുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ വലിയൊരു വികസന പുരോഗതിയും കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അർജുൻ മാർക്ക് 1A യുദ്ധ ടാങ്കിനായി ജർമ്മൻ വിതരണക്കാരിൽ നിന്നാണ് ഇന്ത്യ കാലാകാലങ്ങളായി എഞ്ചിൻ വാങ്ങിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ജർമ്മൻ വിതരണക്കാരിൽ നിന്നുള്ള എഞ്ചിന് കാലതാമസം നേരിട്ടിരിക്കുകയാണ്. ഇതിന്റെ അഭാവത്തിൽ അർജുൻ MK1Aയുടെ പ്രധാന യുദ്ധ ടാങ്കിനായി ഒരു തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിക്കുന്നതിലെ ഇന്ത്യയുടെ പുരോഗതിയാണ് ഇപ്പോൾ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് അഥവാ AVNL അടുത്തിടെ അർജുൻ മാർക്ക് 1Aക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 1500 HP എഞ്ചിൻ പുറത്തിറക്കി. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയ ശ്രമങ്ങളുടെ നിർണായകമായ ഒരു ചുവടുവയ്പാണ്. 2024 മാർച്ച് 20 മൈസൂരിലെ BEMLന്റെ സ്ഥാപനത്തിൽ ഇന്ത്യ ഈ തദ്ദേശീയ എഞ്ചിന്റെ ആദ്യ പരീക്ഷണ ഫയറിംഗ് നടത്തി. ഉയർന്ന ഉയരങ്ങളിലും അതുപോലെ തന്നെ 0ന് താഴെയുള്ള താപനിലയും ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രൊജക്ട് നടക്കുന്നത്. ഇതിന്റെ 1ാം ഘട്ടം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. 2ാം ഘട്ടം 2025ന്റെ പകുതിയോടെ പൂർത്തിയാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല മുൻനിര യുദ്ധ കപ്പലുകളിലും വിന്യസിച്ചിരിക്കുന്ന MF സ്റ്റാർ റഡാർ സംവിധാനങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രൊജക്ട് കുശയുടെ M1, M2 എന്നിവ പോലുള്ള നൂതന മിസൈൽ സംവിധാനങ്ങളുമായി ഈ MF സ്റ്റാർ റഡാർ സംയോജിപ്പിക്കാൻ പോകുന്നു. ഇത് ഇന്ത്യൻ നാവികസേനയുടെ വ്യോമ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഈ MF സ്റ്റാർ റഡാർ എന്ന് പറയുന്നത് മൾട്ടി ഫംഗ്ഷൻ സർവൈലൻസ് ട്രാക്ക് ആൻഡ് ഗൈഡൻസ് റഡാർ ആണ്. ഏകദേശം 400 നോട്ടിക്കൽ മൈൽ ദൂരമുണ്ട് ഇതിന്. ഫൈറ്റർ ജെറ്റുകൾ, മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള വ്യോമാക്രമണ ഭീഷണികൾ കൂടുതൽ ദൂരത്തിൽ കണ്ടെത്തുന്നതിന് ഇതിന് സാധിക്കും. ഇങ്ങനെ മുൻകൂറായിട്ട് അപകടങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഭീഷണി വിലയിരുത്തുന്നതിനും പ്രതികരണത്തിനുമുള്ള തന്ത്രപരമായ നേട്ടമാണ് നൽകുന്നത്. 400 നോട്ടിക്കൽ മൈൽ ഡിറ്റക്ഷൻ റേഞ്ച് ഉള്ളതിനാൽ ഇൻകമിംഗ് ഭീഷണികളോട് പ്രതികരിക്കാൻ മതിയായ സമയം നൽകിക്കൊണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് വിശാലമായ വ്യോമാതിർത്തി നിരീക്ഷിക്കാൻ കഴിയും. ആധുനിക നാവിക യുദ്ധത്തിൽ ഇതൊരു നിർണായക ഘടകമാണ്. വേഗത്തിൽ കണ്ടെത്താനും പ്രതികരിക്കാനുമുള്ള കഴിവാണ് ആധുനിക നാവിക യുദ്ധത്തിലെ പരമപ്രധാനം. പ്രൊജക്ട് കുശയുടെ M1, M2 മിസൈലുകളുമായുള്ള MF സ്റ്റാർ റഡാറിന്റെ സാധ്യതയുള്ള ഈ സംയോജനം ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ പ്രതിരോധ ശേഷി ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. ഈ MF സ്റ്റാറിന്റെ ദീർഘദൂര കണ്ടെത്തലുമായി ഈ മിസൈലുകളുടെ കഴിവുകളും കൂടി സംയോജിച്ചാൽ 250 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള വ്യോമ ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് സാധിക്കും. ഈ വികസനം ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം തന്നെയായിരിക്കും.
ഇത് കാണുന്നതിന്റെ പരിധിക്കപ്പുറം ഭീഷണികളെ നിർവീര്യമാക്കാനും നാവിക ആസ്തികൾക്ക് ചുറ്റുമുള്ള പ്രതിരോധ പരിധി ഫലപ്രദമായി വികസിപ്പിക്കാനും ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിക്കും. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഈ ഓരോ വികസനങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സൈനികരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.